വടാട്ടുപാറ പലവൻപടിയിൽ വീടുകളിൽ വാനരക്കൂട്ടം അഴിഞ്ഞാടി. കൊപ്പാറത്തെക്കേതിൽ ശ്രീകുമാറിന്റെ വീടിനകത്തും പുറത്തും മണിക്കൂറുകളോളം വിളയാടിയ കുരങ്ങുകൾ വൻ നാശം വരുത്തുകയും ചെയ്തു. വിവരമറിയിച്ചിട്ടും വനപാലകർ തിരിഞ്ഞു നോക്കിയില്ലെന്ന പരാതിയുണ്ട്. വടാട്ടുപാറയിലെ പല ഭാഗങ്ങളിലുമുള്ളവർ കുരങ്ങുശല്യം മൂലം പൊറുതിമുട്ടിയിരിക്കുകയാണ്. വടാട്ടുപാറ പലവൻപടിയിലെ കൊപ്പാറത്തെക്കേതിൽ ശ്രീകുമാറിന്റെ വീട്ടിൽ ഒന്നും രണ്ടുമൊന്നുമല്ല 10ലേറെ കുരങ്ങുകളാണ് ഒരേ സമയം തിമിർത്താടിയത്. അകത്തും പുറത്തും അവ എത്താത്ത ഇടമൊന്നുമില്ല. രാവിലെ 7 മുതൽ തുടങ്ങിയ വാനരന്മാരുടെ അംഗം മണിക്കൂറുകളോളം തുടർന്നു. രക്ഷയ്ക്കായി വനപാലകരെ വിളിച്ചെങ്കിലും തിരിഞ്ഞു നോക്കിയതുമില്ല. മുമ്പ് ഒരു കച്ചവട സ്ഥാപനം നടത്തിയിരുന്നയാളാണ് ശ്രീകുമാർ. വാടകമുറിയിൽ കടയുടെ പ്രവർത്തനം അവസാനിപ്പിച്ചപ്പോൾ വീടിന്റെ മുകൾ നിലയിലാണ് സാധനങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നത്. ഇവിടെയാണ് കുരങ്ങന്മാർ ഏറെ നേരവും വിലസിയത്. പലചരക്ക് സാധനങ്ങളും വസ്ത്രങ്ങളും ഗ്യാസ് സ്റ്റൗ സംബന്ധമായ വസ്തുക്കളും പൂജാ സാമഗ്രികളുമെല്ലാം നശിപ്പിക്കപ്പെട്ടു. പ്രദേശത്തെ മറ്റു ചില വീടുകളിലും കുരങ്ങുകൂട്ടത്തിന്റെ ശല്യമുണ്ടായിരുന്നു. വീടിന്റെ പരിസരത്തെ തെങ്ങുകളിൽ നിന്ന് തേങ്ങയും മച്ചിങ്ങയുമെല്ലാം പറിച്ചിടുകയും ചെയ്തു. വനത്തിൽ നിന്നും 1 കിലോമീറ്ററിലധികം ദൂരെയാണ് ശ്രീകുമാറിന്റെ വീട്. മാസങ്ങൾക്ക് മുമ്പും കുരങ്ങുകൾ ശ്രീകുമാറിന്റെ വീട്ടിൽ അതിക്രമം നടത്തിയിരുന്നു. 10,000-കണക്കിന് രൂപയുടെ നഷ്ടം സംഭവിച്ചതാണ്. അക്ഷയ സെന്റർ വഴി അപേക്ഷിച്ചാൽ നഷ്ടപരിഹാരം വാങ്ങിത്തരാമെന്നായിരുന്നു വനം വകുപ്പിന്റെ വാഗ്ദാനം. പട്ടയം ഇല്ലെന്ന കാരണത്താൽ അപേക്ഷ സമർപ്പിക്കാൻ പോലും ശ്രീകുമാറിന് കഴിഞ്ഞില്ല. കുരങ്ങശല്യത്തിൽ നിന്ന് നാടിനെ രക്ഷിക്കണമെന്നാണ് ശ്രീകുമാറിന്റെയും മറ്റ് നാട്ടുകാരുടെയും സർക്കാരിനോടുള്ള അപേക്ഷ. GTV ന്യൂസ്, വടാട്ടുപാറ.